നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ എക്സ് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ ഓവറോൾ എനർജി നോക്കും, അതാണ് ഈ കാർഡ്സ്. പിന്നെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്. പിന്നെ നമ്മൾ ചോദിക്കുക അവരെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ടോ എന്നാണ്. അത് യെസ് ഓർ നോ വരും. യെസ് വരികയാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് സ്പൈ ചെയ്യുന്നത്, നോ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസും കേട്ടോ. അപ്പം അങ്ങനെയുള്ള റീഡിങ് നോക്കുന്നതെന്ന് 1, 2, 3 ഇതിലേത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ റീഡിംഗ് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡാണ്. ഒന്നാമത്തെ റീഡിങ്ങിലേക്കാണ് ഞാൻ 1, 2, 3 കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. 1, 2, 3 കേട്ടോ. അപ്പോൾ 2, 3 നമുക്ക് മാറ്റി വയ്ക്കാം. ഒന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ റീഡിംഗ് ആണ്. നിങ്ങളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഈ സിറ്റുവേഷനെ സംബന്ധിച്ചിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾക്ക് ആവശ്യം. അതാണ് നമ്മൾ ഭഗവാനോട് പറയുന്നത്, ഒരു മെസ്സേജ്, ഓറക്കിൾ മെസ്സേജ് തരാൻ വേണ്ടിയിട്ട്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഷഫിൾ അങ്ങോട്ട് ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും കാർഡ്സ് ഉപയോഗിക്കില്ല. അപ്പോൾ ഒരു കാർഡാണ് വന്നേക്കുന്നത്. മൗണ്ടൻസ് ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. Just as the mountains stand tall and steadfast, you are encouraged to find calmness and relaxation amidst the blockages and challenges you may be facing in life. അപ്പോൾ എങ്ങനെയാണ് പർവ്വതങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കൊടുങ്കാറ്റിനും എല്ലാത്തിനും എതിരായിട്ട് നിൽക്കുന്നത്, അതുപോലെ നിങ്ങൾ എല്ലാ പ്രതിസന്ധികളിലും, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്, ചഞ്ചലപ്പെടരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എക്സിൻ്റെ എനർജി എന്താണ്? പേജ് ഓഫ് വാൻസ് ആണ്. വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. പ്ലാനിങ്ങിലാണ് ഈ പേഴ്സൺ. ഇപ്പോൾ ഈ പേഴ്സൻ്റെ സ്ത്രീ ആയാലും പുരുഷനായാലും എനർജി ഒരു പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജിയാണ്. കുറേ പ്ലാൻസ് ഉണ്ട്, അതൊന്നും ആക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, കാരണം അതിനുള്ള പ്രാപ്തി ആയിട്ടില്ല. ഇപ്പോൾ 50, 60 വയസ്സുള്ള ആളാണെങ്കിൽ പോലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പോഴും ഒരു ഇമ്മച്യൂർഡ് എനർജിയാണ്. കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. മനസ്സിലായി? ഇപ്പോഴും പ്ലാനിങ്ങിലാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്, പക്ഷേ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സിൻ്റെ എനർജിയാണത്. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. മൂവിങ് ഓൺ. ഈ പേഴ്സൺ ഭയങ്കര കോൺട്രഡിക്ഷനാണ്. ഈ പേഴ്സൻ്റെ മനസ്സ്, ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് മുമ്പോട്ട് പോകണമെന്നുണ്ട്, അതേസമയം ഇവിടെ ഒരു ഗ്രോത്ത് വേണം എന്നുണ്ട്. മനസ്സിലായെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പും ഇപ്പോൾ അതല്ലാതെ ഞാനൊരു പോസിറ്റീവ് കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു ഇമ്മച്യൂർഡ് എനർജിയാണ്. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുമായ ബന്ധത്തിൽ ഒരു ഗ്രോത്ത് വേണം, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണം. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് ചെയ്തിട്ട് മുമ്പിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊരു ഇമ്മച്യൂർഡ് എനർജി ആയതുകൊണ്ട് എന്ത് ആക്ഷൻ എടുക്കണം എന്നൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പോഴത്തെ എനർജിയിൽ ഈ എക്സ് വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പുമായി മുമ്പോട്ട് പോകണമെന്നാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മൂവ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റക്ക് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു എൻഡ് ആയിരിക്കും. അപ്പോൾ
ഇവിടെ മൂവ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ടോറസ് ലിബ്രയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഈ പേഴ്സൻ്റെ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? മാനിപ്പുലേറ്റീവ് എനർജിയാണ് ഇത്. ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനിൽ പോയാലും ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ് ഈ പേഴ്സൺ. മറ്റുള്ളവരെ കാരണം മേ ബി സംസാരിച്ച് മറ്റുള്ളവരെ അവരുടെ വഴുതിക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു എനർജി ആയിരിക്കും. ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ കുറേ ടാലൻസ് ഉണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത്. പക്ഷേ ഒരു ധൈര്യമില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത് കേട്ടോ. ഞാനൊരു 2 കാർഡ്സും കൂടി എടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹങ്ങളുണ്ട് നമുക്ക്, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഏത് നേരം പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മനോധൈര്യവും ഒരു മോട്ടിവേഷനും നമുക്ക് വേണം. അത് ഈ പേഴ്സൺ ഇല്ല. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതിലാണ്, പക്ഷെ ഡിസിഷൻ എടുക്കാനായിട്ട് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. എനർജി ഇമ്മച്യൂർഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എപ്പോഴത്തെ സിറ്റുവേഷനും അതുപോലെ തന്നെയാണ്. ഭയങ്കരമായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു എനർജിയാണ്. എല്ലാം ആലോചിക്കുന്നുണ്ട്, അത് വേണം ഇത് വേണം, നല്ല കേപ്പബിളായ ആളാണ്. പക്ഷെ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ആക്ഷനിലേക്ക് ആ പേഴ്സൻ്റെ പല കാര്യങ്ങളും പോകുന്നില്ല. ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണിത്. മനസ്സിലായി? പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ 10 ഓഫ് കപ്സ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരാളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാവണം. ഈ പേഴ്സണൽ സംതൃപ്തി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ പേഴ്സൺ ഒരാളുടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് മുങ്ങിക്കളയും, അവർക്ക് തിരിച്ചു കൊടുക്കില്ല. കടം വാങ്ങിച്ചാലും എന്തായാലും ഈ പേഴ്സൺ തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലല്ല മേടിക്കുന്നത്. ആൾക്കാരോടൊക്കെ ഭയങ്കര ചിരിച്ചു സ്നേഹത്തോടെ സംസാരിച്ച് അവരിൽ നിന്ന് കിട്ടാവുന്ന അത്രയും മേടിച്ചിട്ട് മുങ്ങുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസിക സംതൃപ്തി ഇല്ലാത്തൊരു എനർജിയാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ ഇവിടെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു പരിധി വരെയല്ലേ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുമ്പോൾ അതൊരു ഇതില്ല. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വിക്ടറി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭർത്താവാണ് ആരുടെയോ, അല്ലെങ്കിൽ ഭാര്യയാണ്, കുഞ്ഞുങ്ങളുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇതിൽ നിന്നെല്ലാം പുറത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ്, സ്മൂത്തായ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സണ് ഈ ഓന്തിൻ്റെ സ്വഭാവം മാറില്ലല്ലോ, അത് നാച്ചുറലായിട്ട് കളർ മാറിക്കൊണ്ടിരിക്കും. ഈ പേഴ്സണും അങ്ങനെ തന്നെയാണ്. എപ്പോഴും മറ്റുള്ളവരെ ചതിക്കണം, വഞ്ചിക്കണം, അവർ വഴി എനിക്ക് ഉയരങ്ങളിൽ എത്തണം എന്നൊരു ചിന്ത, അതൊരു ബേസിക് ക്യാരക്ടറാണ് ഈ പേഴ്സൻ്റെ. അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അഭിനയമാണ്, സ്നേഹം കൊടുക്കുന്നതായിട്ട് അഭിനയിക്കും. എല്ലാ റിലേഷൻഷിപ്പിലും ചെന്ന് കയറുകയും ചെയ്യും, അവിടെ നിന്ന് മാക്സിമം അടിച്ചു മാറ്റിയിട്ട് മുങ്ങുകയും ചെയ്യുന്നൊരു എനർജിയാണ്, എപ്പോഴും ആ എനർജിയാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എനർജിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാനസിക സംതൃപ്തി ഇല്ല. ഒരു അവിടെ ഇവിടെ തൊടാത്തൊരു ജീവിതമാണ് ഈ പേഴ്സൻ്റെ. ഒരു സ്ഥലത്ത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അതാണ് കാണിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ എക്സ് ആണ് ഈ പേഴ്സൺ. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. 3 ഓഫ് വാൻഡ്സ് ആണ് കാണിക്കുന്നത്. പ്രിപ്പറേഷൻ, എന്തിനൊക്കെയോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നത്. അത് നമ്മളിവിടെയും കണ്ടു, പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എബ്രോഡ് വല്ലതും ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണത്. നോക്കാം നമുക്ക്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഹെയറോഫാൻഡിനെ കാണിക്കുന്നുണ്ട്. ഹെയറോഫാൻ എന്ന് പറഞ്ഞാൽ മാരേജ് ആണ്. നിങ്ങളുമായിട്ട് മാരേജ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണത്. അതുപോലെ തന്നെ ഇതൊരു വലിയ പ്രാരാബ്ധമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബേർഡനാണ്,
ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹം, അതിനുവേണ്ടി ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ തീരുമാനം എടുക്കാത്തതെന്ന് വെച്ചാൽ അതൊരു വേറൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാത്തത്. അതുകൊണ്ടാണ് പ്ലാനിങ്ങിൽ തന്നെ നിൽക്കുന്നത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് വേണം, അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടി ഈ പേഴ്സൺ ആക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. ഇവിടെയും വെയിറ്റിങ്ങിലാണ്. 3 ഓഫ് വാൻസ് ആണ് ഇവിടെ. 3 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ കുറേ തേർഡ് പാർട്ടി കണക്ഷൻസ് ഉണ്ട് ഈ പേഴ്സണ്. ഭയങ്കര കണ്ണിങ് ആയ ഒരാളാണ്. അപ്പം നിങ്ങളായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് വെച്ചാൽ തന്നെ ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ സ്ത്രീയാണ്, പുരുഷനായാലും വിവാഹം കഴിച്ചാലും ഒരു തേർഡ് പാർട്ടി കണക്ഷനിലായിരിക്കും എപ്പോഴും. നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിച്ച് നിങ്ങൾ ഈ പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡോ ആവുകയാണെങ്കിൽ തന്നെ എപ്പോഴും ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് ഈ പേഴ്സൻ്റെ ഒരു പ്രത്യേകത. ഈ പേഴ്സൺ ഭയങ്കര കണ്ണിങ് ആണ്. ആരോടും ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാനോ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനോ കഴിവില്ലാത്തൊരു എനർജിയാണ് ഈ പേഴ്സൺ. എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും, മൂന്നാമത് ഒരാളുണ്ടാവും, ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ് പ്രത്യേകത. അപ്പം നമുക്ക് നോക്കാം, അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? യെസ് എന്നാണ് പറഞ്ഞത്. ഇവർ സ്പൈ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് സ്പൈ ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ബന്ധുക്കളോട് സംസാരിക്കുന്നുണ്ട്, വേറെ വഴികളുണ്ടെങ്കിൽ ആ വഴിയെല്ലാം അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അന്വേഷിച്ച് വരാനുള്ള പ്ലാനാണ്. പക്ഷെ ഇതൊരു നല്ല റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അപ്പോൾ യെസ് ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം? യെസ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം? നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത്. റിലേഷൻഷിപ്പിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ തന്നെയാണ് പ്ലാൻ. ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നല്ല പൈസയുള്ള ആളാണോ? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് പ്ലാൻ. നിങ്ങൾക്കൊരു സർപ്രൈസ് വിസിറ്റ് ഈ പേഴ്സൺ തരാൻ ചാൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിപ്പോൾ വേറെ റിലേഷൻഷിപ്പിലാണോ അതോ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ അതറിയില്ല. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒളിവിലായിരുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ച് മുങ്ങിയതായിരിക്കും. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് മുങ്ങിയ ആളായിരിക്കാം. അപ്പോൾ ഒളിവിലായിരുന്നു ഇത്രയും നാളും. എന്തായാലും നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ഒക്കെ മാറ്റണം. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അപ്പോൾ നിങ്ങളെ ഈ പേഴ്സൺ പോയത് കൊണ്ട് ഹാർട്ട് ബ്രോക്കൺ ആണ് എന്ന് ചിന്തിച്ചാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നിങ്ങളെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണോ, ഹാപ്പിലി മാരീഡ് ആണോ? എന്തായാലും ഇവിടെ ഈ പേഴ്സൺ വന്ന് കയറാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സ്ട്രോങ് ആയിട്ട് സ്പൈ ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളെ സ്പൈ ചെയ്യുന്ന കാര്യം ഈ പേഴ്സൺ നിങ്ങളോട് പറയില്ല. മനസ്സിലായോ? പെട്ടെന്നൊരു സർപ്രൈസ് പോലെ പെട്ടെന്ന് വന്ന് കയറാനുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്കൊരു സർപ്രൈസ് ആവും. ഇത് എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ട്? അപ്പം നിങ്ങൾ ഫോറിനിൽ പുറത്ത് വല്ലതും ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനുള്ള ഒരു പ്ലാനാണ് ഈ പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ അങ്ങോട്ട് വന്നിട്ട്, കാരണം ഓവർസീസ് ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റേ ഒക്കെ വേണമായിരിക്കും. ഈ പേഴ്സൺ ജോലി അന്വേഷിച്ച് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിസിറ്റിംഗ് വിസയിൽ വരികയാണെങ്കിൽ ഒരു സ്റ്റേയിങ് അക്കോമഡേഷനൊക്കെ വേണ്ടി വരുമായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ വന്ന് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വരുന്നില്ലേ ക്രിസ്മസിന്, നിങ്ങൾ അവിടെ വന്ന് കാണാനാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു സർപ്രൈസാണ് ഈ പേഴ്സൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. വെർഗോ, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു ടെൻഷനും ഉണ്ട്. നിങ്ങൾ എന്തിൽ സിറ്റുവേഷനിലാണെന്ന് അറിയില്ലല്ലോ. ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയില്ല. ക്യാൻസർ,
ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ടോറസ് ഉണ്ട് ഇവിടെ. ടോറസ്, ലീബ്ര, ജെമിനായി. ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധിയെയും സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു പ്രാപ്തി നേടണം. അതുകൊണ്ടാണ് ഇവിടെ ടാരോ റീഡിങ്ങിൽ ഇങ്ങനെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ പേഴ്സൺ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ഓൾറെഡി വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഞെട്ടരുത്. അതാണ് പറയുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒരു വ്യത്യാസവും ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നിൽക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ ഓറക്കിൾ മെസ്സേജ് എന്താ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് വീഴുന്നില്ല. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് വേണം നമുക്ക്. ഭഗവാനെ, ഇതെന്തേത്? കാർഡ് വീഴാതെ ഞാൻ നിർത്തില്ല. കാരണം എനിക്ക് കാർഡ് എടുക്കുന്ന ഓറക്കിൾ മെസ്സേജസ് എനിക്ക് എടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതൊരു മെസ്സേജ്. ആഹാ, ഇത്രയും കാർഡ്സ് എടുത്താൽ ഞാൻ ഈ കാർഡ്സ് വീണതെല്ലാം നിങ്ങളോട് ഞാൻ പറയാം എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സ്റ്റിൽനെസ്. ഇപ്പോൾ ഒരു ശാന്തതയാണെങ്കിൽ അത് വലിയൊരു എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ഒരു ശാന്തതയാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ എന്തോ ഒരു കാര്യം ത്യജിക്കണം, സാക്രിഫൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മേജർ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ഇടിഞ്ഞ് തകർന്നിട്ട് രണ്ടാമത് ആ ഇടിഞ്ഞ് തകർന്നതോടു കൂടിയാണ് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഓം എന്ന യൂണിവേഴ്സൽ സൗണ്ട് അത് ജപിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പക്ഷേ നിങ്ങൾക്ക് ഗുഡ് ഫോർച്യൂൺ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഈഗോയും നിങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ കാണിക്കുന്ന ഈ പവറെല്ലാം അതൊക്കെ നിങ്ങൾ ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് നിങ്ങളോട്. പിന്നെ ഇമോഷണൽ കൺട്രോൾ വേണമെന്ന് പറയുന്നുണ്ട്. പേഷ്യൻസ് വേണം, ക്ഷമ പരിശീലിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാത്തിനോടും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണമെന്ന് പറയുന്നുണ്ട് നിങ്ങളോട് കേട്ടോ. അപ്പോൾ പ്രോബ്ലംസിനെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ട്രൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഒരു പുതിയ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരെ പിന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാനുമുള്ള ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പൊളൈറ്റായിട്ട് ആളുകളോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്ക്, ഇപ്പം നിങ്ങൾ ജോലിയിൽ കോൺസെൻട്രേറ്റ്, ഫാമിലി ഇഗ്നോർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാളും കൂടുതൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ
നിങ്ങളുടെ എക്സിൻ്റെ ഓവറോൾ എനർജിയാണ്. ഈ പേഴ്സൺ എന്തോ ഒരു തീരുമാനമെടുത്ത പോലെയാണ്. ഇതൊരു കൺഫ്യൂഷൻ്റെ കാർഡാണ്. പക്ഷേ അത് റിവേഴ്സ് വരുമ്പോൾ ആ പേഴ്സൺ ആലോചിച്ച് എന്തോ കൺഫ്യൂഷനിലെല്ലാം പോയിട്ട് എന്തോ ഒരു കാര്യം തീരുമാനം. അപ്പം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ പേഴ്സൺ ഒരു കാലത്ത്, മനസ്സിലായോ? അപ്പോൾ അതിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു 5 ഓഫ് വാൻഡ്സ് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഫൈറ്റ്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടായിരുന്നു, അതിൽ സ്റ്റക്കാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. നേരത്തെ ഈ പേഴ്സണ് എന്ത് ചെയ്യണം, എന്താണ് നടന്നതെന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ പേഴ്സണ് വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് എന്നറിയാം ഈ പേഴ്സണ്. പൈസസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ്. ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നേരത്തെ ഈ പേഴ്സണ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കാര്യങ്ങൾക്ക്. കുറച്ച് ഇമോഷണൽ ആയ ഒരാളായിരിക്കും. ഇപ്പോൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ക്ലാരിറ്റി ഉള്ളത്. പക്ഷേ എന്നാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ ഇടവരുത്തിയെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ ഭയങ്കര ക്ലാരിറ്റിയാണ്. ആ ഒരു ചിന്തയിലാണ് ഇപ്പോഴും ആ പേഴ്സൺ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? 3 of Pentacles, Empress. ഓക്കെ, ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇത് ഇവരുടെ അമ്മയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം. ഒരു എംപ്രസിനെയാണ് കാണിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ആയ, നർച്ചറിങ് ആയിട്ടുള്ള എനർജിയാണ്. പക്ഷേ ഇവർക്ക് ഈ ഇതൊരു സ്ത്രീ എനർജിയാണ്. പക്ഷേ ഇത് മെയിലും ആവാം. ഈ ഒരു എനർജിയോട് ഇവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലുള്ള ഒരാളാണിത്. അപ്പോൾ ഇവർ ഈ പേഴ്സണായിട്ട് ഹാപ്പി അല്ല. ഇവർ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവിടെയും ഡിസ്ഹാർമണി കാണിക്കുന്നുണ്ട്, ഇവിടെയും ഡിസ്ഹാർമണി കാണിക്കുന്നുണ്ട്. അപ്പോൾ ലവേഴ്സ് ചിലപ്പോൾ ഇവർ സ്നേഹിച്ച് നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ചിലപ്പോൾ ഈ പേഴ്സൺ കൊണ്ടായിരിക്കാം, മനസ്സിലായി? എന്തായാലും ഇവരായിട്ട് ഇപ്പോൾ ഹാപ്പി അല്ല. നേരത്തെ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന 2 പേരാണ്. ഇപ്പോൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയാൽ വഴക്കുണ്ടാക്കുന്ന 2 എനർജീസാണ് ഇവരും നിങ്ങളുടെ എക്സും അവരുടെ ജീവിതത്തിലുള്ള ഇപ്പോഴത്തെ ആളും. ഇത് ടോറസ്, ലിബ്രയാണ്, ഇത് ജെമിനായി ആണ്. അപ്പോൾ അതാണ് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക്. 3 of Pentacles റിവേഴ്സും. 3 of Pentacles അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ആളുകൾ എന്നാണ്. പക്ഷേ ഇവിടെ ഭയങ്കര എതിരാണ്. ഉള്ളവരോടെല്ലാം ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇമ്മച്ചുവേർഡായ എനർജി പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത്. ഇപ്പോൾ ഉള്ള ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ലവ് മാരേജ് ആയിരുന്നിരിക്കാം, വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. പക്ഷേ അത് ഇപ്പോൾ നേരെ തിരിഞ്ഞു. 2 പേരും മുഖത്തോട് മുഖം നോക്കിയാൽ അടിയാണ്. അപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇവരോട് ഉണ്ടാക്കാതിരിക്കുന്നത്. അവർ നല്ല പൈസയുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണർ. നല്ല പൈസയുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് പോയത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഉപേക്ഷിച്ചത്. എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? ഇപ്പോൾ ലവേഴ്സിന് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു സൗഹാർദ്ദമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഈ പേഴ്സൺ കണ്ണിങ് ആയിട്ട് അവരുടെ കൂടെ ജീവിക്കണം എന്ന് വെച്ചാൽ ഇവരോട് ഒട്ടും ഹാപ്പി അല്ല, റീകൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരല്ല ഈ പേഴ്സൻ്റെ ശരിക്കും ഈ പേഴ്സൺ ആഗ്രഹിച്ച റിലേഷൻഷിപ്പ് ഇതല്ല. പക്ഷേ അത് പറയാൻ കറണ്ട് പോയപ്പോൾ ഇൻവെർട്ടർ പിക്ക് ചെയ്ത, സോറി. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര കണ്ണിങ് ആണ്, അവരോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവർ പോകുന്നത് കേട്ടോ. സ്കോർപിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട് ഇവിടെ, ജെമിനായി, ടോറസ്, ലീബ്ര. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സൺ ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്നാണ് കണ്ടത് നമ്മൾ. നോക്കട്ടെ, ഈ 3 കാർഡ്സാണ് വീണത്, എടുത്തു ഞാനത്. നിങ്ങൾക്കൊരു പുതിയ ഓഫർ തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനൊരു പുതിയൊരു തുടക്കം വേണം റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ തരാൻ, നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് പുതുക്കാനാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഗ്രീഡി ആയ ഒരാളാണ്, ഭയങ്കര ആർത്തിയുള്ള ഒരാളാണ്. കിട്ടുന്നതിൽ സന്തോഷിക്കാതെ
ഇനി വേറെ വേണം വേറെ വേണം, നിങ്ങളുണ്ടായിരുന്നപ്പോൾ വേറെ ആളെ വേണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോയ ആളാണ്. ഇപ്പം അവരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരോടും ഹാപ്പിയല്ല, നിങ്ങളെ വേറെ വേണം. അതിപ്പോൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയാൻ പോകുന്നത് നിങ്ങളോട്. ഒരിക്കലും മറന്നില്ല, അതൊരു അബദ്ധമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് നമ്പർ അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ലവ് ഓഫർ തരുന്നത് ഇവിടെ അതൊരു നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷെ ഇത് എത്രത്തോളം ശരിയാവും, എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹത്തിൽ നിന്നാണ് ഈ പേഴ്സൺ പോയത്. അപ്പം നിങ്ങൾക്ക് ആശ തന്നിട്ട്, മോഹങ്ങൾ തന്നിട്ട് ഒഴിഞ്ഞു മാറി അതിലും പൈസയുള്ള ഒരാളെ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോയ എനർജിയാണ് ഈ പേഴ്സൺ. ഇപ്പോൾ അതിൻ്റെ ഒരു ചളിപ്പ് ഈ പേഴ്സണുണ്ട്. കുറ്റബോധം എന്ന് പറയില്ല, ചളിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാം എന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പം നിങ്ങൾക്കൊരു ലവ് ഓഫറാണ് തരാൻ പോകുന്നത്. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന കാര്യത്തിൽ ഈ പേഴ്സണ് ഡൗട്ട് ഉണ്ട്. ടോറസ് ആണ് ഇവിടെ കാണിക്കുന്നത്, സോഡിയാക് സൈൻ. ഭയങ്കര കള്ളത്തരമുള്ളൊരു എനർജിയാണ് കേട്ടോ. എല്ലാം വേണം എന്നാൽ ഒന്നും വേണ്ട എന്നൊരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ ഈ പേഴ്സൺ? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? മേ ബി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഹാപ്പിലി മാരീഡ് ആണോ, നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ, എന്നാലും ഈ പേഴ്സൺ നിങ്ങളെ തിരിച്ചു കൊണ്ട്, അപ്പം നിങ്ങൾ എത്രത്തോളം ഈ പേഴ്സണോട് ഇപ്പോഴും അറ്റാച്ച്ഡ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പേഴ്സൺ നിങ്ങളോട് ട്രൈ ചെയ്യുന്നത്. മനസ്സിലാണ്ടോ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയേ എന്നൊരു സിറ്റുവേഷനാണ് ഈ പേഴ്സണ്. നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ, അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ആളെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവരെയും വേണം, നിങ്ങളെയും വേണം. അപ്പം നിങ്ങളിപ്പോൾ ഹാപ്പിലി മാരീഡ് ആണെങ്കിലും ഈ പേഴ്സണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിൽ മാറ്റാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ പേഴ്സണ് അത് ബാധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് വിശ്വസിക്കുന്ന വളരെ ക്രൂരതയുള്ളൊരു മനസ്സുള്ള ഒരാളാണ്, വളരെ സെൽഫിഷായ ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ പേഴ്സൺ വന്ന് നിങ്ങളെ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഈ പേഴ്സൺ ഒരു ടൈം പാസ്സാണ് വേണ്ടത്, സ്ട്രെസ് റിലീസ്, അത്രയേ ഉള്ളൂ പേഴ്സൺ വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സ്നേഹമോ ഒന്നും വേണ്ട. ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ വിളിച്ച് സംസാരിക്കാനും കണ്ടുമുട്ടാനോ ഒക്കെ ഒരാൾ വേണം. അതിനാണ് ഈ പേഴ്സൺ നിങ്ങളെ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഇത് യെസ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്? ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. പാഷനറ്റ് ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഇത് ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് പാഷനറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വന്ന് നിങ്ങളോട് കുറേ സത്യങ്ങളൊക്കെ പറയും. പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. പക്ഷേ പറയാൻ പോകുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ആയത്, ഇങ്ങനെ ആയതൊക്കെ പറഞ്ഞ ഒഴികഴിവുകളാണ് പറയാൻ പോകുന്നത്. പക്ഷേ എങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നോ പറയാൻ പാടില്ല ഈ പേഴ്സണോട്. അപ്പോൾ അത്ര വളരെ പ്ലാനിങ്ങോട് കൂടി വരുന്ന ആളാണ്. വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യണം. ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യും. ബേസിക്കലി വളരെ സ്റ്റബൺ ആയ ശാഠ്യമുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സൻ്റെ കൺട്രോളിൽ വേണം. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ മാരേജ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മാരേജിൽ നിന്ന് ഒളിച്ചോടിയ ഒരാളാണ് നിങ്ങളുടെ. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ അത് അറിയുന്നത് കൊണ്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞ് പാട്ടിലാക്കുമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണത്. നിങ്ങളുമായിട്ടുള്ള ഒരു ലവ് ഫെയർ അല്ല വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ താൽക്കാലികമായിട്ട് സംസാരിക്കാനുള്ള ഒരു എനർജിയാണ് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ കണക്ട് ആക്കാൻ പോകുന്നത്. നിങ്ങളൊരു മനസാക്ഷി സൂക്ഷിപ്പുകാരിയോ മനസാക്ഷി സൂക്ഷിപ്പുകാരനോ അല്ലെങ്കിൽ ആ പേഴ്സണ് പ്രശ്നങ്ങൾ വരുമ്പോൾ കരയാനുള്ള ഒരു തോള്, അത്രയേ ഉള്ളൂ നിങ്ങൾ. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്. പക്ഷെ നിങ്ങളോട് സ്നേഹമാണ് ഓഫർ ചെയ്യാൻ പോകുന്നത് കള്ളത്തരത്തിൽ കൂടെ. നിങ്ങൾ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ നിങ്ങളിപ്പോൾ ഹാപ്പിലി മാരീഡ് ആണെങ്കിൽ അതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ദൂരെയാണ് നിങ്ങളെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനോടും അവരോടൊക്കെയാണ് അന്വേഷിക്കുന്നത് ഈ പേഴ്സൺ. നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അഭിനയിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സത്യം പറയുമല്ലോ, ഇത്രയും വർഷങ്ങളായില്ലേ. അപ്പോൾ ചിലരെങ്കിലും ഈ പേഴ്സണോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പണിയാവും. എന്തായാലും വെർഗോ, ടോറസ് സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പിന്നെ ഏറീസ് ഉണ്ട്. ടോറസ് ആണ്, പിന്നെയും കാണുന്നത് ടോറസ് ആണ്. അക്വാരിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഇത്രയും സോഡിയാക്സ്. പിന്നെ ജെമിനായി, ഇത്രയും സോഡിയാക് സൈനാണ് നമ്മൾ കണ്ടത്. പൈസീസ്, സോറി, ഇത്രയും ആൾക്കാരാണുള്ളത്. അതാണ് നിങ്ങളുടെ എക്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഫൈനൽ റീഡിങ്ങിൽ എന്താണ് നിങ്ങളുടെ എക്സ് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് വേണം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഈ ക്യാമറ ഇങ്ങനെ താഴ്ന്നു പോകുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ശരിയാക്കുന്നു. ഓക്കെ, 2 കാർഡ്സാണ് ഇങ്ങനെയേക്കുന്നത്. ഇതൊന്നും മറിഞ്ഞില്ല, ഇത് രണ്ടുമാണ് വീണത്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് ദ പവർ ആണ് പറയുന്നത്. This card brings forth the symbolism of the Trishul or trident, representing the power to break free from illusion and ego. It urges you to harness the power of knowledge to gain wisdom and embrace a path of spiritual growth. അപ്പോൾ നിങ്ങൾ ജ്ഞാനം ലഭിക്കണം, അതിന് നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് വേണം നിങ്ങൾക്ക്. അതിനുവേണ്ടി നിങ്ങളുടെ ഈ മായ, നമ്മൾ ഈ കാണുന്നത് മുഴുവൻ മായയാണെന്ന് പറയാം. അപ്പോൾ മായ ലോകത്തിൽ നിന്ന് മുക്തി വേണം നിങ്ങൾക്ക്. നിങ്ങളുടെ ഈഗോ നിങ്ങൾ മാറ്റി വെക്കണം, എന്നാലേ നിങ്ങൾക്ക് ശരിക്കുള്ള ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ക്ലാരിറ്റിയോടെ കാണുക. നമ്മൾ കൂടുതലും നമ്മളെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുകയാണ്, മനസ്സിലാണ്ടോ? ഇപ്പോൾ പലതരം റീഡിങ്സ് എനിക്ക് വരാറുണ്ട്. ഒരു റീഡിങ് വന്നത് ഇങ്ങനെ ഫോറിനിലുള്ള ഒരാൾ, ഒരു ബന്ധവുമില്ല, ഫ്രണ്ട്സാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് അവർ ഒരു പേഴ്സൺ, അതിപ്പോൾ സ്ഥിരം ഉള്ളൊരു സ്പാമാണ്, ഫ്രോഡാണത്. അത് ഇത്ര രൂപ തരാൻ പോകുന്നുണ്ട്, ഒരു ബന്ധവുമില്ല, ഇത്ര രൂപ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്, അതിന് ഇത്ര ടാക്സ് വരും, അത് അടയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ വർഷങ്ങളായി, കുറേ 2 വർഷം എന്തോ ആയിട്ട് ഇഷ്ടം പോലെ പണം, ഒരു 10-17 ലക്ഷം രൂപ ടാക്സിൻ്റെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പൈസ കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. ഫൈനലി ആണ് എൻ്റെ അടുത്ത് റീഡിങ് വന്ന് ഈ പൈസ കിട്ടുമോ, ഇത് ഫ്രോഡാണോ എന്ന് പറഞ്ഞ്. ഇതൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് കണ്ടാലേ അറിയാം. നമ്മൾക്കൊരു 10 രൂപ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് 8 രൂപയാണെങ്കിൽ 8 രൂപ എന്ന് അവർ പറയുമ്പോൾ പൈസ ഇങ്ങോട്ട് തരാതെ അവർ ഈ ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നതിന് മനസ്സിലാവണം, നമുക്കൊരു ബോധം വേണ്ടേ. അപ്പോൾ അത് മീൻസ് ഒരു കോമൺ സെൻസ് ആണ്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾ നമുക്ക് എന്തിന് പൈസ തരണം? പൊതുവെ നമ്മൾ ഈ പൈസയുടെ അവർ ചെറിയ എമൗണ്ട് ഒന്നും പറയില്ല, വലിയ എമൗണ്ട് പറയും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെ കണ്ണ് മഞ്ഞളിക്കും, മനസ്സിലാവണ്ടോ? അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും കൊടുക്കും. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50 രൂപ കിട്ടുമെങ്കിൽ ആ 10 രൂപ കൊടുത്താൽ കുഴപ്പമില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ. പക്ഷേ ഈ 10 രൂപ നമ്മളുടെ അടുത്ത് അവർ അടിച്ചെടുക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, അത് ജ്ഞാനമില്ല, അറിവില്ലായ്മയാണ്. കോമൺ സെൻസ്, ലോജിക്, പ്രാക്ടിക്കൽ ചിന്തകൾ, അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. മനസ്സിലാവും? ഒരാൾ നമ്മളെ പറ്റിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണം പറ്റിക്കുകയാണെന്ന്. അതിന് ഉള്ള ജ്ഞാനമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്ന് അറിയണം. അതുപോലെ ഇപ്പോൾ ഡിജിറ്റൽ ഫ്രോഡാണ് കൂടുതൽ. അതുപോലെ തന്നെ ഡൽഹിയിലിരിക്കുന്ന പോലീസുകാർ നമ്മളെ വിളിച്ചിട്ട് ഓൺലൈനിൽ നമ്മളെ വെർച്വൽ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല.
മനസ്സിലായോ? അവരെന്തിനാ അവിടെ നിന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യണം? ഒരാളും അവിടെ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് നമ്മളുടെ ലോക്കൽ പോലീസുമായിട്ട്, കാരണം ലോക്കൽ പോലീസിനാണ് നമ്മളുടെ കാര്യങ്ങൾ അറിയുക, നമ്മൾ എവിടെയാണെന്ന്. അങ്ങനെ നമ്മളുടെ പോലീസുകാരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അത് വെർച്വൽ അറസ്റ്റിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സിലാവണം? അപ്പോൾ അതിലൊക്കെയാണ് ഇഷ്ടംപോലെ ആളുകൾ പെട്ടുപോകുന്നത് ഡിജിറ്റൽ ഫ്രോഡിൽ. അപ്പോൾ ഇത് നിങ്ങളുടെ എക്സിനെ കുറിച്ചുള്ള റീഡിംഗ് ആണെങ്കിലും ഈ ഒരു ഇത് നമുക്കൊരു കോമൺ സെൻസ് വേണം. അത് നമ്മൾ വളർത്തിയെടുക്കണം എക്സ്പീരിയൻസിൽ നിന്നും. നമ്മളുടെ കാര്യത്തിൽ നമ്മളുടെ ജീവിതത്തിൽ മാത്രം, നമ്മളുടെ പ്രശ്നങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേൾഡ് എക്സ്പീരിയൻസ് ഇല്ല. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല. മനസ്സിലായോ? എപ്പോഴും ഹസ്ബൻഡിനോട് ഫൈറ്റ് ചെയ്യുക, വൈഫിനോട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ പ്രാരാബ്ധങ്ങളിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുമ്പോൾ പുറത്തെന്താ നടക്കുന്നത് നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളവരെ പെട്ടെന്ന് ഇവർ ടാർഗറ്റ് ചെയ്തിട്ട്, കുറച്ച് പൈസയും കൂടി ഉള്ളവരാണെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ നോക്കും. അപ്പം നമ്മൾക്ക് കുറച്ച് ലോകവിവരം വേണം, അതാണ് മെയിൻ. അതിനാണ് ഇന്നത്തെ കാലത്ത് ജ്ഞാനം പറയുന്നത്. ദൈവത്തിനെ അറിയുക, ഇതല്ല, ലോകവിവരം, പരിജ്ഞാനം, ഇത് നേടിയെടുക്കുക കേട്ടോ. പിന്നെ ബ്ലെസ്സിങ്സ് ഓഫ് യു, എന്തായാലും നിങ്ങൾക്ക് ഗുഡ് ഫോർച്യൂൺ ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല പ്രശ്നങ്ങളിൽ നിന്നും ദൈവം ഈ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ടിട്ട് മാറ്റുക എന്ന് പറയില്ല. അപ്പം അതുപോലെ ദൈവം നിങ്ങളെ സൂക്ഷിച്ചാണ് കൊണ്ടു നടക്കുന്നത്. അത് അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ എക്സിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഡെത്ത്, എൻഡാണ് ഈ പേഴ്സൺ സിറ്റുവേഷൻ. ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ മരണപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഒരു അവസാനം, ഒരു സിറ്റുവേഷൻ്റെ അവസാനം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ചു. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. Hanged man. ഈ പേഴ്സണ് കുറേ കാര്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് പൈസീസ്, സ്കോർപിയോ അല്ല, പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ, ഇതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ആണ്. അപ്പോൾ ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്തോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ഈ പേഴ്സണ് കൂടുതൽ വിവരങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിവായിട്ട്, ഈ പേഴ്സൺ അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ അറിവായപ്പോൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഈ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് ഈ റിലേഷൻഷിപ്പ് പോയിട്ടില്ല, നിങ്ങളും പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ സിറ്റുവേഷൻ എന്താണ്? ഇവരിപ്പം നല്ല ഹൈ ലെവലിലാണ് ഇരിക്കുന്നത്. നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവരുടെ. അപ്പോൾ അതിൽ കൂടെ പലരും പടവെട്ടി ജയിക്കുക എന്ന് പറയില്ല. ഇപ്പോൾ യുദ്ധത്തിൽ പോകണമെന്നില്ല പടവെട്ടാനായിട്ട്, ഓഫീസിൽ തന്നെയാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഇവർ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ഇവർ മറ്റുള്ളവരോട് കമ്പീറ്റ് ചെയ്തിട്ട് അവരെന്തോ ഒരു കാര്യം ഫിനാൻഷ്യലി അവർ നല്ല ലെവലിലാണ്. അപ്പോൾ ഇവർക്കൊരു പ്രൊമോഷൻ കിട്ടുകയോ എന്തോ ഒരു പുതിയ ബിസിനസ് പ്രോജക്റ്റ് കിട്ടുകയോ എന്തായാലും നല്ലൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ പേജ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്പൈ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്, അപ്പോൾ നിങ്ങളുമായിട്ട് നോ ആയിരുന്നെങ്കിലും ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ ഇത് റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വാക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ കുറച്ചൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാണ് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റിലേഷൻഷിപ്പിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പേജ് ഓഫ് വേർഡ്സ് കാണിക്കുന്നത് ന്യൂ ഐഡിയാസ്, ഭയങ്കര
ഒരു ഈ ബിസിനസ് കാര്യത്തിനാണ് ഈ പേഴ്സൺ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പിൽ ഈ പേഴ്സൺ ഭയങ്കര ടെൻഷൻ ആയിരുന്നായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഡൈവേർഷന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തതും. അത് ഈ പേഴ്സണ് നല്ലൊരു കാര്യമായി, നല്ലോണം പൈസയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്തു. അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി പോകാനും പറ്റിയെന്നാണ് പറയുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹാർട്ട് ബ്രേക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. നല്ല ഫിനാൻഷ്യലി നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ബ്രേക്കിലായിരുന്നെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫ് പോകുന്നത് കണ്ടപ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി ഈ പേഴ്സൺ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പേഴ്സൺ ഹാർട്ട് ബ്രേക്കിൽ നിന്ന്, നിങ്ങളുണ്ടാക്കിയ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഈ പേഴ്സൺ പുറത്തേക്ക് പോയെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? നിങ്ങൾ ഭയങ്കര അൺഫെയർ ആയിട്ടാണ് ഈ പേഴ്സണോട് പെരുമാറിയത് എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, നിങ്ങളും അതുപോലെ തന്നെയാണ് ഈ പേഴ്സണെ സ്നേഹിക്കുന്നതെന്ന് ഈ പേഴ്സൺ വിചാരിച്ചു. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ നല്ല മനസ്സ് കാണും, നല്ല ഇൻറ്റൻഷൻ കാണും, എന്നിട്ട് തിരിച്ചു വരും എന്ന് നിങ്ങൾ എന്തെങ്കിലും ഈ പേഴ്സണെ സ്നേഹിക്കുമെന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചത്. മനസ്സിലായി? പക്ഷേ നിങ്ങളത് ചെയ്തില്ല, അതാണ് പ്രശ്നം. ഒന്നും നടന്നില്ല. ഈ പേഴ്സണ് വളരെ പ്ലാനിങ് ഉണ്ടായിരുന്നു നിങ്ങളായിട്ട്, നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് ഈ പേഴ്സൺ ശരിക്കും ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങൾ ഭയങ്കര ഒബ്സസീവായൊരു എനർജിയാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര അൺഫെയർ ആണെന്നാണ് പറയുന്നത്. അന്യായമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ പോസിബിൾ അല്ല, ഈ പേഴ്സണ് പറ്റിയ ആളല്ല നിങ്ങൾ എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിക്കുക ചെയ്തു. ഈ പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിച്ചിരുന്നു. അപ്പം നിങ്ങളും അതുപോലെ തന്നെയാണ് ഈ പേഴ്സണെ സ്നേഹിക്കുന്നതെന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചത്. പക്ഷേ നിങ്ങളൊരു ഡെവിളിഷ് എനർജിയാണ്, ഏഞ്ചൽ അല്ല എന്ന് ഈ പേഴ്സണ് മനസ്സിലായി, തിരിച്ചറിവുണ്ടായി. അതാണ് ഇവിടെ ഒരു ക്ലാരിറ്റി വന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ ഉണ്ടെന്നാണ് നേരത്തെ നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഈ പേഴ്സണ് ക്ലാരിറ്റി കിട്ടിയത്. ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങളെ സ്പൈ ചെയ്യുന്നില്ല ഈ പേഴ്സൺ, നിങ്ങളെ വിട്ടുകളഞ്ഞു ഈ പേഴ്സൺ, കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്, നിങ്ങളെ ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഒരു എൻഡ് കണ്ടത്. അപ്പോൾ ഈ എക്സിനെ നിങ്ങളിനി പ്രതീക്ഷിക്കേണ്ട, ഒരു മൂവ്മെൻറ്റ് ഇതിനകത്ത് വരാൻ പോകുന്നില്ല. ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പം വൈരാഗ്യം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വേണ്ട എന്നുള്ളൊരു തീരുമാനം വളരെ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്, കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ഉണ്ട്. ഇവിടെ ഒരു ക്യാൻസർ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് വിൽ പവർ ഉള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ്, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. റീകൺസിലിയേഷൻ പോസിബിൾ അല്ല ഈ പേഴ്സണായിട്ട്, ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് ഡിസിപ്ലിൻഡ് ആവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ കുറച്ചും കൂടെ വിസ്ഡം വേണമെന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാർഡ് വന്നത്, അല്ലേ? ജ്ഞാനം വേണമെന്ന് ഇവിടെ വന്ന കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം, അറിവ് കുറവാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്കില്ല. കാർഡ്സൊക്കെ തെറിച്ചു പോയി, ഇല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വിട്ട് കളഞ്ഞേക്കുക എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ വിശ്വാസമില്ല, ഇവിടെ ഒരു മാരേജ് പോസിബിലിറ്റി ഇല്ല, ലോങ് ടേം റിലേഷൻഷിപ്പ് ഇല്ല, ലവ് ഇല്ല, ഒന്നുമില്ല ഈ റിലേഷൻഷിപ്പിൽ. കൈവിട്ട് കളഞ്ഞു, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇത് എൻഡിനെയാണ് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധമുള്ളത് കൊണ്ടായിരിക്കും. ഒന്നും പോസിബിൾ അല്ല ഇവിടെ. ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ പേഴ്സൺ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളഞ്ഞേക്കുക, അതാണ് നിങ്ങളുടെ ഗൈഡൻസ്. ഇനി തേർഡ് പാർട്ടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടെന്നാണ് പറയുന്നത്. ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, പൈസീസ്, അക്വേറിയസ്, Cancer, Capricorn, Scorpio, Libra. ഓക്കെ, എല്ലാം ഇവിടെ സ്ട്രോങ് സോഡിയാക് സൈൻസ് ഒന്നുമില്ല. ഇവിടെ ഉള്ളത് ക്യാൻസർ, പൈസീസ്, സ്കോർപിയോ. അപ്പോൾ അതാണ് ആദ്യം തന്നെ കാർഡ് കണ്ടത്. എൻഡാണ് കണ്ടത്, ഡെത്ത്, എൻഡ്, കംപ്ലീറ്റ് സ്റ്റോപ്പ്.
അപ്പോൾ അതാണ് ഫൈനൽ റീഡിങ്. ഇതോടെ ഇന്നത്തെ റീഡിങ് ഞാൻ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി. എല്ലാവർക്കും ഭഗവാൻ സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും സന്തോഷവും തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.